നമസ്കാരം, ഏവർക്കും ലിലു പ്രൈംസ് കോർണറിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ മിനിയേച്ചർ പൈനാപ്പിൾ എന്ന ചെടിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മിനിയേച്ചർ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അതിന് ബേബി പൈനാപ്പിൾ എന്ന് പറയപ്പെടുന്നുണ്ട്, മിനി പൈനാപ്പിൾ എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഈ പൈനാപ്പിൾ ഒരു 10 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ വരെ മാത്രമേ വളരുകയുള്ളൂ. കണ്ടോ, അതിൻ്റെ കാ കണ്ടോ, 2 കായും നിൽപ്പുണ്ട് കേട്ടോ. ഇലയുടെ പ്രത്യേകത കണ്ടോ, ഇത് പിങ്കാണ് കേട്ടോ, ഇത് പിങ്കാണ്. അതിൻ്റെ സൈഡിൽ, ആ ഇലയുടെ സൈഡിൽ മുള്ളുകളുണ്ട് കണ്ടോ. കണ്ടോ, ഇലയുടെ സൈഡിൽ മുള്ളുകളുണ്ട്, അതുകൊണ്ട് അത് തൊടാൻ പാടാണ്, അത് കുത്തു കിട്ടും കേട്ടോ. മുള്ളു കൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഗ്രീനാണ്, അതിൽ കായില്ല. ഇത് ഈ ഗ്രീൻ ചെടിയിൽ കായുണ്ട് കണ്ടോ. ഈ ലീവ്സിൻ്റെ പ്രത്യേകത നോക്കിക്കോളൂ. ഇത് വലിപ്പമുള്ള, അതായത് നല്ല നീളമുണ്ട്, അതിൻ്റെ ഇലകൾക്ക് നല്ല നീളമുണ്ട് കണ്ടോ. ഇലകൾക്ക് നല്ല നീളമുണ്ട്, മുള്ളുമുണ്ട്. സൈഡിൽ 2 സൈഡ് ഇരുവശത്തും നിറയെ മുള്ളുകളും ആ ഇലകളിൽ ഉണ്ട്. ഈ കായ്ക്ക് ഈ മിനി പൈനാപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 400 ഗ്രാംസിൽ വരും. അതിനേക്കാളും അതിൻ്റെ മുകളിൽ വരത്തില്ല. പിന്നെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇത് വരുന്നതാണ് കേട്ടോ, അടുത്ത പൈനാപ്പിൾ വരുന്നതാണ്. അതിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ വന്നപ്പോൾ. അത് കുറച്ചുകൂടെ വളരുമ്പം കളർ ചേഞ്ച് ആവും. ഓക്കെ, ഫസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ വരും, ഈ കളറിൽ പിങ്ക് കളറിൽ വരും. അതിനുശേഷം കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതിന് മുൻപേയും കായ്ച്ചിട്ടുണ്ട്, ഞങ്ങളാരും ഇത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. കൂടുതലും ഇതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിനെ ഗ്രില്ലിങ്ങിനും പിന്നെ സമ്മർ ഫ്രൂട്ട് സാലഡായിട്ടും അതുപോലെ തന്നെ എക്സോട്ടിക് പാൻ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റാണ്. വർഷത്തിൽ 1 തവണ മാത്രമേ ഇത് കായ്ക്കത്തുള്ളൂ. വർഷത്തിൽ 1 തവണ മാത്രമേ ഈ പ്ലാന്റ് കായ്ക്കത്തുള്ളൂ. ഇച്ചിരി ഹൈറ്റ് വന്നിട്ടാണ് കായ വരുന്നത് കണ്ടോ. ഇച്ചിരി ഹൈറ്റ്, ചെടിയിൽ നിന്ന് കുറച്ച് ഹൈറ്റിലോട്ട് വന്നിട്ടാണ് കായ വരുന്നത്. ഇത് വളരാൻ വേണ്ടിയിട്ട് ഇതിന് ചൂട് വേണം, നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പവും നല്ല വെളിച്ചവും അതുപോലെ നല്ല ചൂടിലും അത് നന്നായിട്ട് അത് വളരും. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഹ്യൂമിഡിറ്റി അത് വേണം, ഹ്യൂമിഡ് അങ്ങനെ നിലനിൽക്കണം. അത് മാത്രമല്ല, ഇതിന് ഒരു ആസിഡിക് ടേസ്റ്റ് ഉണ്ട്, ആസിഡിക് ടേസ്റ്റും കൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇന്നർ കോറ് നല്ല ഹാർഡാണ്. ഇത് നട്ട് കഴിഞ്ഞിട്ട്, ഈ ചെടി നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷത്തിൽ കൂടുതലായി കേട്ടോ. ഒരു 2-3 വർഷമെങ്കിലും എടുക്കുന്ന ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് കായ്ക്കാൻ നന്നായിട്ട് പൊടിച്ച് അത് കായ് വരാനൊക്കെ ഒരു 3 വർഷമെങ്കിലും എടുക്കും. 2 വർഷത്തിൽ കൂടുതൽ വേണം, 3 വർഷത്തിനകത്ത് അതെടുക്കും. നമുക്ക് പൊതുവെ അവൈലബിൾ ആയിട്ടുള്ള ഗാർഡൻ സെൻറ്റേഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മിനി പൈനാപ്പിൾ എന്ന് പറയുന്നത് ചാമ്പക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ അനനാസ് നാനൂസ് കാത്തി എന്ന് പറയുന്ന ഓർണമെൻ്റൽ മിനിയേച്ചർ പൈനാപ്പിളും ഉണ്ട്. പിന്നെ നോർമലി വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ നട്ട വർഷം മുതൽ തന്നെ നമ്മൾ വേറെ ഒന്നിലോട്ട് മാറ്റി നട്ടിട്ടില്ല. അതിൻ്റെ വെറും ഒരു ചെടി മാത്രമാണ് നമ്മൾ വാങ്ങി വെച്ചത് കേട്ടോ. ബാക്കിയെല്ലാം അതിന് ശേഷം പൊടിച്ച് വന്നതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 3-4 ചെടി നിൽപ്പുണ്ട്, 4-5 ചെടി നിൽപ്പുണ്ട് ഇവിടെ തന്നെ. ഒരെണ്ണം മാത്രമേ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഒരു ഫ്രൂട്ട് വന്നതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ചെടികൾ വന്നോളും. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ
പിന്നെ ഡെയിലി എല്ലാ ചെടികൾക്കും ഒഴിക്കുന്ന പോലെ ഒഴിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നല്ല ചൂട് വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാകും. പക്ഷേ അതിൻ്റെ സോയിൽ കട്ട പിടിക്കാൻ നമ്മൾ നോക്കണം, ഉണങ്ങി ഡ്രൈ ആയി പോകാതെ നോക്കണം. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 to 7 years ആണ്. 5 to 7 years ആണ് ഈ മിനിയേച്ചർ പൈനാപ്പിളിൻ്റെ ലൈഫ് സ്പാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, മിനിയേച്ചർ പൈനാപ്പിളിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ഡെക്കറേഷനാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ ഇതും ഒരു ഐറ്റമായിട്ട് നിങ്ങൾ വാങ്ങി നട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അതുപോലെ തന്നെ അതോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി, അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.